ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു വ്യക്തി ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൃദയം ആകെ തകർന്നിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും. എന്ത് ചെയ്യണം, എങ്ങനെ എനിക്ക് ഇതിൽ നിന്നൊന്ന് കരകയറാൻ പറ്റും, എനിക്ക് പഴയ ലൈഫിലോട്ടൊന്ന് പോകണം, മൂവ് ഓൺ ആവണം എന്നൊക്കെ ചിന്തിക്കുന്ന എത്രയോ പേരുണ്ട്. ചിലപ്പോൾ അവർ ചിന്തിക്കുന്നത് അവനൊന്ന് തിരിച്ചു വന്നാൽ കൊള്ളാം, അല്ലെങ്കിൽ അവളൊന്ന് തിരിച്ചു വന്നാൽ കൊള്ളാം എന്നൊക്കെ ആയിരിക്കും. എന്തൊക്കെയാണെങ്കിലും ഓവർ തിങ്കിങ് കാരണത്താലും ആ ഒരു സംഭവം ലൈഫിൽ നടന്നതിൻ്റെ ഭാഗമായിട്ട് ഭയങ്കരമായിട്ട് വേദനിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ അതിൽ നിന്നും ഹീലാകുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ജേർണലിംഗ് ആണ്. ജേർണലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൂടെ എന്തെല്ലാം ചിന്തകളാണോ കടന്നു പോകുന്നത്, എന്തൊക്കെയാണോ നമുക്ക് സംസാരിക്കാൻ തോന്നുന്നത്, അതെല്ലാം ഒരു വൈറ്റ് പേപ്പർ എടുത്ത് എഴുതുക എന്നുള്ളതാണ്. കംപ്ലീറ്റ് എഴുതുക. ചിലപ്പോൾ നമ്മൾ ഇട്ടേച്ചു പോയ ആളെ തെറി വിളിക്കാനായിരിക്കും തോന്നുന്നുണ്ടാവുക, അല്ലെങ്കിൽ അവരോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ പെൻഡിങ് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ എഴുതുക. അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒരാളോട് പറയാൻ തോന്നുന്നതായിക്കോട്ടെ, മനസ്സിലൂടെ പോകുന്ന ചിന്തകളായിക്കോട്ടെ, അത്തരം മുഴുവൻ കാര്യങ്ങളും എഴുതുക എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ് എഴുതാൻ പറയുന്നത്? അത് എഴുതുന്നത് വരെ നിങ്ങൾ അത്രയും തോട്ടുകളുമായിട്ട് വളരെയധികം അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് റിക്കവറായി വരാൻ ടൈം എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത്തരം തോട്ടുകളുമായിട്ടൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് അതെല്ലാം റൈറ്റ് ഡൗൺ ചെയ്യാനായിട്ട് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു റിലാക്സേഷൻ കിട്ടും. നിങ്ങൾക്ക് അത്തരം തോട്ട്സുകളിൽ നിന്നൊക്കെ കുറച്ചെങ്കിലും ഒരു കൺട്രോൾ കിട്ടും എന്നുള്ളതാണ്. സോ ഫസ്റ്റ് വൺ ജേർണലിംഗ് ആണ്. രണ്ടാമത്തെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്ന സമയത്ത് ജിമ്മിൽ പോവുക അല്ലെങ്കിൽ യോഗ ചെയ്യുക എന്ന് പറയുന്ന സംഭവമൊന്നും ചിലപ്പോൾ പോസിബിൾ ആയിക്കൊള്ളണമെന്നില്ല. അത് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിലാണെങ്കിൽ അത് ചെയ്യാം. അല്ലാത്ത ആളുകൾ ജസ്റ്റ് ഒന്ന് നടക്കുക. അത് എസ്പെഷ്യലി കുറച്ച് പച്ചപ്പൊക്കെയുള്ള കാമായിട്ടുള്ള പുഴ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൂടെയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഒന്ന് ജസ്റ്റ് നടക്കുക, വാക്കിംഗ് എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ ആ ഒരു ഫോക്കസ്, തോട്ടിൻ്റെ ഫോക്കസ് ഗ്രാറ്റിറ്റ്യൂഡിലോട്ട് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അതോ നമ്മുടെ ലൈഫിൽ നഷ്ടപ്പെട്ടതിനെ പറ്റിയായിരിക്കും നമ്മൾ അപ്പം ചിന്തിക്കുന്നുണ്ടാവുക. അവൻ പോയല്ലോ, അവൾ പോയല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. പക്ഷെ നേരെ തിരിച്ച് എൻ്റെ ലൈഫിൽ ആരെല്ലാം ഉണ്ട്, അതേപോലെ തന്നെ നമുക്കുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്. നമുക്ക് പാരൻസ് ഉണ്ടാവാം, സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, അതുകൂടാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള കഴിവുകൾ ഉണ്ടായിരിക്കാം, ക്വാളിറ്റീസ് ഉണ്ടായിരിക്കാം. ആ വ്യക്തിക്ക് നമ്മൾ ഡിസേർവ്ഡ് അല്ല എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് നന്ദി പറയേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, നമുക്ക് എന്താണ് ഉള്ളത് എന്നതിലോട്ട് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും അത് ഫീൽ ചെയ്യുകയും ദൈവത്തിനോട് നന്ദി പറയുകയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് കുറച്ചുകൂടി ആക്റ്റീവ് ആവാനായിട്ട് പറ്റും. നമ്മുടെ ഇമോഷൻസിനൊക്കെ നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഫീലിംഗ് ഗുഡ് എന്നുള്ള ഒരു തോന്നൽ വരും. കുറേ തോട്ട്സുകൾ ഗ്രാറ്റിറ്റ്യൂഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇത് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ. സോ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ സീക്രട്ട്. ഇനി നാലാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ സ്പിരിച്വാലിറ്റിയിൽ കുറച്ച് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും ആ മതത്തിൽ കുറച്ച് ഫോക്കസ്ഡ് ആവുക. എന്നിട്ട് നിങ്ങൾ കുറച്ച് പ്രയർ, അങ്ങനെ മനസ്സ് കുറച്ച് റിലാക്സ്ഡ് ആവാൻ പറ്റുന്ന കാര്യങ്ങളിൽ കൂടുതലായിട്ട് എൻഗേജ്ഡ് ആവുക എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാനുള്ളത്. ഓക്കെ, സ്പിരിച്വാലിറ്റിയിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുക. ദെൻ അവസാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം, ആ ഒരു ബ്രേക്കപ്പ് എന്നുള്ളതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അത് അക്സെപ്റ്റ് ചെയ്യാത്ത കാലത്തോളം നമ്മൾ അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. സോ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് മൂവ് ഓൺ ആവുക, നിങ്ങൾ മുന്നോട്ട് പോവുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളൊരു വേദനയോടുകൂടി ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് ചെയ്യേണ്ടത്. തുടക്കത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോഴും നമ്മൾ കുറച്ച് ടൈം എടുക്കും.
ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നമുക്ക് ഓക്കെ ആയി വന്നോളണമെന്നില്ല. കാരണം നിങ്ങൾ ഒരുപാട് നാളായിട്ടുള്ള പ്രണയമാണെങ്കിൽ അതിനനുസരിച്ച് ഡേയ്സുകൾ എടുക്കും. സാധാരണ നമ്മളൊന്നും ചെയ്യാതിരുന്നിട്ട് ഹീലാവുന്നതിനേക്കാൾ പെട്ടെന്ന് ഹീലാവാൻ നമുക്ക് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വഴി നമുക്ക് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. സോ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. ഇനി നിങ്ങൾക്ക് മൂവ് ഓൺ ആവാൻ താല്പര്യമില്ല, നിങ്ങൾ സ്നേഹിച്ചിരുന്ന ജീവന തുല്യം മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ആ ഒരു വ്യക്തിയെ തന്നെ തിരിച്ചു വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അവർ വിവാഹം കഴിഞ്ഞൊന്നും പോയിട്ടില്ല, ഇപ്പോഴും അവിടെ അവൈലബിൾ ആണ്, എന്തോ ഒരു ഇഷ്യൂവിൻ്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ വഴക്കിട്ടതാണ്, ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്ന് റെഡിയാക്കിയാൽ കൊള്ളാം, പാച്ചപ്പായി മുന്നോട്ട് പോകാനാണെങ്കിൽ എനിക്ക് താല്പര്യമുണ്ട്, പുള്ളിയുടെ ആ മനസ്സിനി മാറി വരുമോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് നല്ലൊരു കേസാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സപ്പോർട്ട് നൽകാനായിട്ട് പറ്റും. അപ്പോൾ അതിന് ആ റിലേഷൻഷിപ്പ് റെഡി ആവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സപ്പോർട്ടുകളോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് പോവുക. നമ്മുടെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റഡ് ആയിരിക്കും. നിങ്ങൾ അങ്ങോട്ട് പോയി സംസാരിക്കുക, അങ്ങോട്ട് ചേസ് ചെയ്യുക, ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ തോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും. അത് ചെയ്യുന്നത് വഴി അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുകയും നിങ്ങൾ വേണമെന്ന് തോന്നുകയും നിങ്ങളുടെ ലൈഫിലോട്ട് അവർ വരും, അല്ലെങ്കിൽ അവരുടെ ലൈഫിലോട്ട് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിലൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. സോ അത് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിറ്റുവേഷനിൽ അത് പോസിബിൾ ആണോ അല്ലേ എന്നുള്ളത് കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ ധൈര്യപൂർവ്വം നിങ്ങൾ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിച്ചോളൂ, നിങ്ങളുടെ ഇഷ്യൂസ് ഷെയർ ചെയ്യുക. സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കേസുകളാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.